നമസ്കാരം. നടുവേദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്ക് ഡിസ്ക് ബൾജിനെ കുറിച്ചും തേയ്മാനത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡിസ്ക് ബൾജ് എന്ന് ഒരു പ്രശ്നകാരിയാണോ എന്നെ നമ്മൾ എങ്ങനെ കരുതണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡിസ്ക് ബൾജ്? നമ്മളുടെ 33 കശേരുക്കൾക്കിടയിൽ 2 കശേരുക്കൾക്കിടയിൽ കാണുന്ന ഒരു ഷോക്ക് അബ്സോർബർ പോലുള്ള ജെല്ലി പോലൊരു മെറ്റീരിയലാണ് ഡിസ്ക്. അതിൻ്റെ അനാറ്റമിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ഷോക്ക് നമ്മൾ ചാടുകയോ ഓടുകയൊക്കെ ചെയ്യുമ്പം കശേരുക്കൾ പരസ്പരം കൂട്ടി ഉരസാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഷോക്ക് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ സുഷുമ്ന നാഡിക്ക് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഷോക്ക് അബ്സോർബറാണ് ഈ ഡിസ്ക്. ഇതിനെ ഇങ്ങനെ ഈ കശേരുക്കളെ അകത്ത് നിർത്തിയിരിക്കുന്നത് നമ്മൾ പേശികളാണ്. പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ അത് ഒന്നിൽ പ്രായാധിക്യം കൊണ്ടാവാം, നമ്മളുടെ അമിതമായ ഉപയോഗം കൊണ്ടാവാം, തെറ്റായ നമ്മുടെ പോസ്റ്റേഴ്സ് നമ്മളിരിക്കുന്ന കിടക്കുന്ന രീതികളുടെ കൊണ്ടാവാം. ഈ പേശികൾക്ക് ബലക്ഷയം ഉണ്ടാവുകയും ഈ കശേരുക്കൾ അടുക്കുന്ന സമയത്ത് ഈ ജെല്ലി പോലുള്ള സാധനം അമരുകയും അത് പുറത്തേക്കോ ഉള്ളിലേക്കോ തള്ളുകയും അതുവഴി ഞരമ്പിലോ സുഷുമ്നാ നാഡിയോ തൊടുമ്പോഴാണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത്. ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് ഇത് സാധാരണയായി കഴുത്തിലും നടുവിലും, പലർക്കും തെറ്റിദ്ധാരണ നടുവിൽ മാത്രമേ കാണുന്നു. ഒരിക്കലുമല്ല, കഴുത്തിലും നടുവിലും. കാരണം നമ്മുടെ നട്ടലിൽ ചലനം ഉള്ളതെന്ന് പറയുന്നത് കഴുത്തിലും നടുവിലും മാത്രമാണ്. അപ്പോൾ ഈ കഴുത്തിൻ്റെ കശേരുക്കളിലും നടുവിൻ്റെ കശേരുക്കളിലും ഈ ബൾജ് ഉണ്ടാവാം. ഡിസ്ക് ബൾജ് കണ്ടു ഉടനെ എന്ന് കരുതി നിങ്ങൾ ഭയപ്പെടാനുള്ളത് എനിക്ക് പരിശോധിക്കുന്ന കാര്യമില്ല.